റിപ്പോർട്ടർ ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുന്നു. പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ബ്രേക്കിംഗ് വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. റോഷിപാലാണ് നമുക്കൊപ്പം ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പാർട്ടി അറിയാതെ പരിശോധിച്ചത്. 2016 കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയത്. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേയുടെ ഫലം. എന്നാൽ രഹസ്യ സർവേ നടത്തിയ വി.ഡി. സതീശന്റെ നീക്കത്തിൽ നേതാക്കൾക്കിടയിൽ അമർഷം പുകയുകയാണ്. പാർട്ടി അറിയാതെ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമെന്നാണ് നേതാക്കളുടെ നിലപാട്. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ വി.ഡി. സതീശൻ നടത്തിയ സർവേയെ ചോദ്യം ചെയ്തിരുന്നു. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, സാധാരണ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് ഹൈക്കമാൻഡാണ് ഇത്തരം സർവേകളൊക്കെ നടത്തുന്നത്. ഹൈക്കമാൻഡിന്റെ അറിവോടുകൂടി സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും ഇത്തരം സർവേകൾ നടത്തുക. എന്നാൽ ഹൈക്കമാൻഡും ഈ വിവരം അറിഞ്ഞിട്ടില്ലേ? KPCC ഈ വിവരം അറിഞ്ഞിട്ടില്ലേ? സർവേ നടത്തിക്കഴിഞ്ഞാണോ വി.ഡി. സതീശൻ പാർട്ടിയിൽ ഇക്കാര്യം അറിയിക്കുന്നത്? ഒരുപാട് നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചോ? റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു സർവേ നടത്തിയ കാര്യം വെളിപ്പെടുന്നത്. യോഗത്തിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് 63 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ പറ്റും, അവിടങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ പദ്ധതിയുണ്ട് എന്ന് വിശദീകരിക്കുമ്പോഴാണ് AP അനിൽകുമാർ ഈ പ്രസംഗത്തിനിടയിൽ കയറി തടസ്സം നിന്നത്. ആരാണ് സർവേ നടത്തിയത്? ആരുടെ പിന്തുണയോടെയാണ് സർവേ നടത്തിയത്? ഇത് പാർട്ടി അറിഞ്ഞാണോ? താങ്കളെ ആര് ചുമതലപ്പെടുത്തി സർവേ നടത്താൻ എന്ന ചോദ്യമുയർത്തി. മറ്റെല്ലാ നേതാക്കളും സമാനമായ അഭിപ്രായമുണ്ടെങ്കിലും തർക്കത്തിൽ ആരും കക്ഷി ചേർന്നില്ല. ഇതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. കാരണം സാധാരണ സർവേ നടത്തുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് കനഗോലു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് സർവേ നടത്തും. അത് KPCCയുമായി ആലോചിച്ചാണ് സർവേ നടത്താറുള്ളത്. അതിൻ്റെ ചോദ്യാവലി ഉൾപ്പെടെ തയ്യാറാക്കുന്നത് KPCCയുടെ സഹായത്തോടെയാണ്. പക്ഷേ ഈ തവണ KPCC അറിഞ്ഞില്ല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അറിഞ്ഞില്ല, ഹൈക്കമാൻഡ് അറിയാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒരു യുവ MP ചേർന്നാണ് ഇത്തരത്തിൽ ഒരു സർവേ നടത്തിയത് എന്നാണ് കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും ഒരുപോലെ പരാതി പറയുന്നത്. KC വിഭാഗമാണ് ശക്തമായി ഈ സർവേക്കെതിരെ നിലപാട് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെടുത്തത്. അത് മറ്റ് I ഗ്രൂപ്പ് ആയാലും A ഗ്രൂപ്പ് ആയാലും സമാനമായ നിലപാട് തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടാണ് സതീശൻ ഇങ്ങനെ ഒരു സർവേ നടത്തിയത് എന്ന വിമർശനം എതിർക്കുന്നവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഹൈക്കമാൻഡിനും അമർഷമുണ്ട്. കാരണം ഹൈക്കമാൻഡ് അറിയാതെ എങ്ങനെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും അതിന്റെ സർവേയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നടത്താൻ കഴിയും? കൂടിയാലോചനയില്ല എന്ന് ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനത്തിനിടെ ഒരു കൂടിയാലോചനയുമില്ലാതെ സർവേ നടത്തിയതാണ് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ചോദ്യം ചെയ്യുന്നത്. ഏതായാലും പാർട്ടിക്കകത്ത് ഈ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അമർഷം പുകയുകയാണ്. ഹൈക്കമാൻഡ് ഇനി സർവേയും മറ്റെല്ലാ കാര്യങ്ങളും എന്തൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം, എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം വേണം, ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞത്. AP അനിൽകുമാറും ഒപ്പം വി.ഡി. സതീശനും തമ്മിലുള്ള തർക്കം മുറുകിയപ്പോഴാണ് ഇടപെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് പ്രതിനിധികളായി പങ്കെടുത്ത ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും ഇനിയുള്ള കാര്യങ്ങൾ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. ഒരു സംശയമുള്ളത് റോഷി, 63 മണ്ഡലങ്ങളിലാണ് വിജയിക്കുമെന്ന് ഈ സർവേ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് 71 ഉണ്ടെങ്കിലേ ഭരണം പിടിക്കാൻ പറ്റൂ. അരുൺകുമാർ, അതിൽ 63 സീറ്റ് കോൺഗ്രസ് വിജയിക്കുമെന്ന കണ്ടെത്തലാണ്. കോൺഗ്രസ് കഴിഞ്ഞ സീറ്റാണ്. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുന്നതാണല്ലേ? മുസ്ലിം ലീഗ്, അതെ, മുസ്ലിം ലീഗോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഇല്ലാതെ തന്നെ 63 സീറ്റ്. ഇത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച 63 സീറ്റിൽ വിജയസാധ്യതയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ പരിശോധിച്ചതെന്നാണ്. യോഗത്തിൽ തന്നെ പ്രസംഗിക്കുമ്പോൾ സർവേയുടെ കാര്യം അറിയാതെ വി.ഡി. സതീശൻ തന്നെ ആ യോഗത്തിൽ പറയുകയും ചെയ്തു. സർവേയിൽ 63 ഇടങ്ങളിൽ ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് വി.ഡി. സതീശൻ തന്നെയാണ് യോഗത്തിൽ പറയുന്നത്. സർവേ വളരെ നേരത്തെ തന്നെ പൂർത്തിയായി. പക്ഷേ രഹസ്യമായി ഹൈക്കമാൻഡിന് ഈ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന ആ തരത്തിലുള്ള സൂചനകളും നേതാക്കളുടെ ഭാഗത്ത് അറിയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനകത്ത് വീണ്ടും തർക്കം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ്.
കെ സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കമാണ് ഏറ്റവും രൂക്ഷമാകുന്നത്. നേതൃമാറ്റമടക്കം ഹൈക്കമാൻഡ് ഇപ്പോൾ സജീവ ചർച്ചയാക്കുകയും ചെയ്തു. അത് പ്രതിപക്ഷ നേതാവിനെയും KPC പ്രസിഡന്റിനെയും മാറ്റണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി നേതൃമാറ്റം. അത് പാർലമെന്ററി തലത്തിലും ഒപ്പം പാർട്ടി തലത്തിലും നേതൃമാറ്റം ആലോചിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ ഹൈക്കമാൻഡ് തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ സർവേ സംസ്ഥാനത്ത് നടന്നു. അതിൽ 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയസാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ പറയുകയും അതിനെ തുടർന്ന് നേതാക്കൾ തമ്മിൽ വാക്കുപോരുണ്ടാവുകയും ചെയ്തു എന്നാണ് റോഷിപാലിന്റെ വാർത്ത. ഇതിൽ AP അനിൽകുമാർ അടക്കമുള്ളവരാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്താൻ ആരാണ് പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചത് എന്നൊരു ചോദ്യമുണ്ടായി എന്ന് കേൾക്കുന്നു. എന്തായാലും അതിൽ മുതിർന്ന പല നേതാക്കൾക്കും വിയോജിപ്പും അതൃപ്തിയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അതൃപ്തി രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ പ്രകടമാവുകയും ചെയ്തു. സാധാരണ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ചിരുന്നൊരു സംയുക്ത വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചതാണ്. അതും ഇക്കുറി ഉണ്ടായില്ല. ദീപദാസ് മുൻഷിക്കൊക്കെ വലിയ അസ്വസ്ഥതയുണ്ട് എന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ഒരു ഒരുമയുടെ വക്കിലേക്കും ഒരുമയുടെ ഒരു പാതയിലേക്കും ഒക്കെ പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശക്തമായ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ.